മോർണിംഗ്. നമുക്ക് വീണ്ടും ഒരു പായസം ഉണ്ടാക്കിയാലോ? ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസങ്ങളുടെ ഒരുപാട് എന്താ പറയുക, എത്ര തരം പായസം ഉണ്ടാക്കിയാലും നമുക്ക് മതിയാവില്ല എന്നറിയില്ല. അതുപോലെ വിവിധ തരം പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറില്ലേ? 4 ഓണത്തിന് 4 തരം പായസം ഉണ്ടാക്കും, ചിലപ്പോൾ 4 കൂടുതൽ പായസം ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ തിരുവോണത്തിന് 2 or 3 പായസം ഉണ്ടാക്കാറില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൈനാപ്പിൾ പായസമാണ്. പൈനാപ്പിൾ പായസം 2-3 വിധത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ പൈനാപ്പിൾ പായസം എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ പ്രഥമൻ പോലെയാണ്. പക്ഷെ സാധാരണ ഇപ്പോൾ പരിപ്പ് പ്രഥമനൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ പരിപ്പ് പ്രഥമൻ പോലെ ഒന്നല്ല, പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു പൈനാപ്പിൾ പായസം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 400 gram പൈനാപ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും എടുത്തിട്ടുണ്ട്. 400 gram പൈനാപ്പിൾ എടുക്കുമ്പോൾ 400 gram തന്നെ ശർക്കര എടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള അളവ്. പൈനാപ്പിളിന് മധുരം കൂടുതലാണെങ്കിലും 350 gram ശർക്കര എടുത്താൽ മതി. പിന്നെ വേണ്ടത് കാഷ്യൂനട്ട്, റൈസിൻസ്, നെയ്യ്, പൈനാപ്പിൾ വേവിക്കാൻ ആവശ്യമായ വെള്ളം. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് 1ാം പാലും എടുത്തിട്ടുണ്ട്, 2 കപ്പ് 2ാം പാലും എടുത്തിട്ടുണ്ട്. 3ാം പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇത്രയും പൈനാപ്പിൾ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് 3ാം പാല് വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വേവിക്കാൻ എടുക്കാം. ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ വരട്ടിയെടുക്കണം ശർക്കരയിൽ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് ശർക്കര പാനിയാക്കി എടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളിപ്പോൾ പൈനാപ്പിൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര ചെറുതായിട്ടൊന്ന് ചീവി എടുത്തിട്ടുണ്ട്. ശർക്കര മെൽറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. അപ്പോൾ നമുക്ക് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാൻ പോവാണ് കുക്കറിൽ. അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഉരുളിയിൽ വേവിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും വേവാനായിട്ട്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇതാ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ കുക്കറിലേക്ക് ചേർത്ത് വേവിക്കരുത്, വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുക. വേഗം തന്നെ ചവരി കുക്കായി കിട്ടും. അതും കൂടി ചേർത്താണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര പാനിയാക്കാൻ വയ്ക്കുകയാണ്. 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുക കേട്ടോ. ശർക്കര പായസത്തിന് എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് കളറുള്ള ശർക്കര എടുത്ത് പായസം ഉണ്ടാക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു കളർ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചവരി വേവിക്കാൻ വെക്കുകയാണ്. ചവരി ഞാൻ എന്താ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഈ ഒരു വെള്ളത്തോടു കൂടി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതും കൂടി വേവിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ പായസത്തിൻ്റെ. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആ വെള്ളത്തോടു കൂടി ചേർക്കുകയാണ്. പൈനാപ്പിൾ പീസുകളൊക്കെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, ഇളക്കി വരുമ്പോഴേ ഉടഞ്ഞു പോവുള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി ഈ പൈനാപ്പിളിലുള്ള വെള്ളം ഒന്ന് വറ്റിക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായുള്ളൂ. പൈനാപ്പിളിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ജ്യൂസും അതുപോലെ നമ്മൾ ചേർത്ത വെള്ളവും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ഉള്ളത്. അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾക്ക് ഉടച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ച് ചേർക്കാം, മിക്സിയിൽ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ കുറച്ച് അരച്ചിട്ട് ചേർക്കാം. പക്ഷെ അപ്പോൾ പൈനാപ്പിൾ പായസത്തിൽ പൈനാപ്പിൾ ഒട്ടും തന്നെ കടിക്കാൻ കിട്ടില്ല. പൈനാപ്പിൾ പായസം എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ഒന്ന് കടിക്കാൻ കിട്ടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അരച്ച് ചേർക്കുന്ന കാര്യം പറയാത്തത്. ഇതിൽ നിന്ന് വേണമെങ്കിൽ പകുതി എടുത്തിട്ട് നമുക്ക് അരച്ച് ചേർത്തിട്ട് പൈനാപ്പിൾ പായസം റെഡിയാക്കാം. അത് വേറൊരു രീതിയാണ്. അപ്പോൾ മുഴുവനും അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കടിക്കാനുണ്ടാവില്ല, വെറുതെ പ്ലെയിൻ ആയിട്ടിരിക്കും പായസം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പൈനാപ്പിൾ പീസുകൾ കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ ഈ ജ്യൂസും പൈനാപ്പിളിൽ ചേർത്ത വെള്ളവും എല്ലാം വറ്റി വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശർക്കര പാനിയും കൂടി നമുക്ക് അരിച്ച് ചേർക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് വരട്ടിയെടുക്കാം. നമുക്ക് പൈനാപ്പിളിൽ ജ്യൂസും അതുപോലെ തന്നെ ശർക്കര പാനിയും എല്ലാം ചേർത്ത് വരട്ടിയെടുക്കാം. ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ, ചെറിയ പീസുകളൊക്കെ ആക്കാനായിട്ട്. വേണമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർക്കാം. ശർക്കര പാനിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. പൈനാപ്പിൾ കുക്കായതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. പൈനാപ്പിൾ വറ്റി ശർക്കരപ്പാനി നന്നായിട്ട് പൈനാപ്പിളിലേക്ക് പിടിച്ചു വരണം. ഒരു 1/4 ഭാഗം വറ്റുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യാനില്ല. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് വറ്റി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർക്കാം കേട്ടോ.
ചൗരി ഈ സ്റ്റേജിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൗരിയിലേക്കും കൂടി ആ ഒരു മധുരം പിടിക്കാനാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഇപ്പോൾ ചേർക്കാം, പിന്നീട് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ അധികം താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇപ്പോൾ ചേർക്കുമ്പോൾ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഏലക്കാപ്പൊടിയും ചൗരിയും പൈനാപ്പിളും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ പൈനാപ്പിൾ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശർക്കര പാനിയിൽ പൈനാപ്പിൾ പകുതി കുക്കായി കഴിഞ്ഞപ്പോൾ കുറച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി തിക്നെസ് കിട്ടും നമ്മുടെ പായസത്തിന്. അങ്ങനെ ഒന്ന് പൾസ് ചെയ്ത് മാത്രം എടുത്തു, ഒരുപാട് അരച്ചെടുത്തില്ല. ഇനി നമുക്കിതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇപ്പോൾ നെയ്യ് ചേർക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് നെയ്യൊക്കെ ചേർത്ത് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിച്ച് ആവും, ടേസ്റ്റും കൂടും. ഈ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നെയ്യൊക്കെ നമ്മുടെ ശർക്കര പാനിയിലേക്കും പൈനാപ്പിളിലേക്കും ഒക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് പിടിച്ചു വരുമ്പോൾ നമുക്കിനി നമ്മുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2ാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. 2ാം പാലിൽ കിടന്നിട്ട് പായസം ഒന്നുകൂടി ഒന്ന് തിളച്ച് മിക്സ് ആവണം. ഒരുപാട് കുറുകണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനിയിൽ നന്നായിട്ട് കുറുക്കി എടുത്തതാണ്, അതുകൊണ്ട് ഒരുപാട് കുറുകി വരാനില്ല, ചെറുതായിട്ടൊന്ന് കുറുകി വരാനേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പായസം ലൂസായിട്ട് വേണം എന്നുള്ളതനുസരിച്ച് 2 കപ്പ് വരെ 2ാം പാല് ചേർക്കാം. ഞാനിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള പായസമല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2ാം പാൽ 1.5 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടുള്ള പായസം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് 2ാം പാല് ചേർക്കാം. അപ്പോൾ നമ്മുടെ 2ാം പാലിൽ കുറുകിയ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം വേണം നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ തിളയൊന്ന് കുറഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട, തിളയൊന്ന് കുറഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്, ഒരുപാട് തിക്കായിട്ടല്ല ഒരുപാട് ലൂസായിട്ടല്ല. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ തിളയൊന്ന് കുറഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക, ഒരുമിച്ച് മുഴുവൻ ഒഴിക്കേണ്ട. ഇനി നിങ്ങൾ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ഈ ശർക്കരയ്ക്ക് ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, ശർക്കരയുടെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക. എൻ്റെ കയ്യിലുള്ള ശർക്കരയ്ക്ക് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പായസത്തിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വേറൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാൻ ആദ്യം ഏലക്കപ്പൊടി ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂണും കൂടി ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ പാനൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പം ഞാൻ വേറെ പാൻ വെച്ച കാര്യം പറഞ്ഞില്ലേ, ആ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്താൽ മതി, ഒരുപാട് നെയ്യ് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസത്തിൽ ആവശ്യത്തിന് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടിന് അളവില്ല, റൈസിൻസിന് അളവില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ക്യാഷ്നട്ട് ആദ്യം ചേർക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാഷ്നട്ട് ചേർത്ത് ഒന്ന് ഇളക്കുക. ക്യാഷ്നട്ടിൻ്റെ കളർ മാറിപ്പോരുത് കേട്ടോ, അതിന് മുന്നേ തന്നെ ആയിട്ട് ക്യാഷ്നട്ട് ചേർത്ത് ഇളക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് റൈസിൻസ് വീർത്ത് വരുന്നത് വരെ മാത്രം നമ്മൾ കുക്ക് ചെയ്യുക, ക്യാഷ്നട്ടിൻ്റെ കളർ മാറിപ്പോരുത്. പായസത്തിൻ്റെ മധുരം കൂടുതലാണെങ്കിൽ ഈ ചൂടോടുകൂടി തന്നെ കുറച്ചുകൂടി 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പായസത്തിൻ്റെ മധുരം കുറഞ്ഞു പോവുകയാണെങ്കിൽ ശർക്കരപ്പാനി നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. അപ്പോൾ പായസത്തിന് മധുരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞു പോയില്ല ഞാൻ പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കാതെ മധുരം കുറച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. പശുവിൻ പാല് ചേർക്കാം, പക്ഷേ പശുവിൻ പാല് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ്. അപ്പോൾ മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇളം ചൂടോടുകൂടി ചേർത്ത് കൊടുക്കുക. ഈ പായസത്തിന് ഇളം ചൂടുള്ളപ്പോൾ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻസൊക്കെ വീർത്ത് വരുന്നുണ്ട്. ക്യാഷ്നട്ടിൻ്റെ കളറൊന്നും മാറിപ്പോയിട്ടില്ല കണ്ടോ, ക്യാഷ്നട്ടൊന്നും ബ്രൗൺ കളറായി പോയിട്ടില്ല. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ
പായസത്തിലേക്ക് കാഷ്നട്ടും റേസിൻസും ആഡ് ചെയ്യേണ്ടത്. അതല്ലാതെ കാഷ്നട്ട് വല്ലാതെ ഫ്രൈ ചെയ്ത് ഡാർക്ക് കളർ ആക്കിയിട്ടല്ല കേട്ടോ ചേർക്കേണ്ടത്. എപ്പോഴും നമ്മുടെ കാഷ്നട്ടിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, പായസത്തിൻ്റെ ടേസ്റ്റിനെയും അത് ബാധിക്കും. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്, കുറച്ച് നെയ്യും ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് മാറ്റി വയ്ക്കുന്നത്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പായസം അടച്ചു വെക്കുക. ഉടനെ തന്നെ സെർവ് ചെയ്യരുത്. ഒന്ന് ചൂട് കുറഞ്ഞിട്ട് ഇളം ചൂടിൽ സെർവ് ചെയ്യുക. അപ്പോഴാണ് പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൈനാപ്പിൾ പായസം? അടിപൊളിയല്ലേ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. പരിപ്പ് പായസം ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പൈനാപ്പിൾ പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത്. വളരെ ഈസി അല്ലേ? അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധിക സമയം വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൈനാപ്പിളൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കും. ഓണത്തിന് മാത്രമല്ല കേട്ടോ, പൈനാപ്പിൾ കിട്ടുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും പൈനാപ്പിൾ പായസം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത ഓണം റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം.